നമ്മുടെ നവജ്യോതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള കലാസംഗമം ആരംഭിക്കുകയാണ്. ഒരു ഗണേശ സ്തുതിയോടുകൂടി നമ്മുടെ പരിപാടികൾ ആരംഭിക്കാമെന്ന് തോന്നുന്നു. എല്ലാ വിഘ്നങ്ങളും മാറി അത്രയും മനോഹരമായ രീതിയിൽ നമ്മുടെ ഈ പരിപാടി മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഗണേശ ഗീതത്തിനായി നമുക്ക് കൈകൾ കൂപ്പാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. നമ്മുടെ ഈ കലാസംഗമത്തിന്റെ അമരക്കാരൻ എന്ന് പറയുന്നത് നമുക്കറിയാം, മറ്റാരുമല്ല നവജ്യോതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആദരണീയനായ ഡയറക്ടർ ശ്രീ ബിനോയ് മണി സാറാണ്. സാറിന്റെ ദീർഘകാലത്തെ കഠിനപ്രയത്നങ്ങളുടെ ഫലമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ വേദിയിലായിരിക്കുന്നത്. സാറിനെ സംബന്ധിച്ച് ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഈ ഒരു മുഹൂർത്തം എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ആകാം നമ്മുടെ ഈ പരിപാടിയുടെ ആരംഭം. 2 വാക്കുകൾക്കായി സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. നമ്മുടെ പരിപാടി പറഞ്ഞ സമയത്ത് നടക്കാൻ കഴിഞ്ഞില്ല. അതിന് ആദ്യം തന്നെ ഖേദമറിയിക്കുന്നു. ഇങ്ങനൊരു പരിപാടി കൊണ്ടുവരാൻ വളരെ നാളത്തെ കഷ്ടപ്പാടിൻ്റെ പരിണിത ഫലമാണ്. കാരണം നവജ്യോതി നിരവധി പ്രോഗ്രാമുകൾ ചെയ്തു വരുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ആ മേഖലയിൽപ്പെട്ട ആളുകളെ ആദരിക്കുന്ന സംവിധാനം, പാട്ടുകാരെ ആദരിക്കുന്ന സംവിധാനം, കലാഹൃദയമുള്ള അധ്യാപകരെ ആദരിക്കുന്ന സംവിധാനം, അതിന് അധ്യാപകർക്ക് വേണ്ടി ഗുരുസഭര്യ പുരസ്കാരം കൊണ്ടുവന്ന് വളരെ മഹത്തരമായ മഹനീയമായൊരു പ്രോഗ്രാമാണ് ഗുരുസഭര്യ പുരസ്കാരം. അതിനുശേഷം നമ്മൾ ഒരു മ്യൂസിക്കൽ ഗ്രൂപ്പിലൂടെ നാദപരമ പുരസ്കാരം പാട്ടുകാർക്ക് വേണ്ടി മാത്രം, ഒള്ളി പാട്ടുകാർ, വേറെ ആരുമില്ല. അതിനുശേഷം നമ്മൾ എൻ്റെ പ്രൊഫഷൻ നവജ്യോതി എന്ന പ്രസ്ഥാനത്തിന് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ കാരുണ്യജ്യോതി പുരസ്കാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തകരെ ആദരിക്കുന്നൊരു സംവിധാനം കൂടെ കൊണ്ടുവന്നു. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിൽ ചെറിയൊരു കലയുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്ത് പലർക്കും അറിയാം. അല്പം പാട്ട് പാടുകയും കഥാപ്രസംഗം 92 എഴുതി അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ മറ്റ് കലാമേഖലകളിൽ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു ഉള്ളിൽ കിടക്കുന്ന കലയെ പുറത്തെടുക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുണ്ട്. അതായത് മാക്സിമം ആളുകൾ കലാമേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും അവർക്ക് ഒരു ആദരവ് ലഭിക്കുന്നത് വളരെ ചുരുക്കമാണ്. നമ്മൾ രജിസ്ട്രേഷൻ വെച്ച് ആദരവ് കൊണ്ടുതന്നെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അത് അർഹതയുള്ള ആളുകൾ തന്നെ തേടി വരും. കാരണം നമ്മൾ ഇതിനകത്ത് ഒരു എന്താ പറയുക, ഒരു മത്സരമോ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക ജഡ്ജിമാരെ വല്ലതും വെച്ചിട്ട് ഒരു പ്രത്യേക ഒരു ഏജൻറ്റ് പോലെ വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് നല്ല ആളുകളെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നലെ ആദരവ് കിട്ടിയ ആളുകൾക്കായിരിക്കും ഇന്നും ആദരവ് കിട്ടുന്നത്. ഒരിക്കലും അതിൽ താഴെ കിടക്കുന്ന ആളുകൾ കിട്ടത്തില്ല. അതുകൊണ്ടാണ് നവജ്യോതിയുടെ അന്നദാനത്തോട് സഹകരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആരോ അവരെ നമ്മൾ ആദരിക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്ന ഈ കലാമൃതം പുരസ്കാരം. കലാമൃതം എന്ന് പറഞ്ഞാൽ കലയെ ജീവനാക്കിയ ഒരുപറ്റം ആളുകൾ, അവരെ കോർത്തിണക്കിക്കൊണ്ട് നവജ്യോതി ഒരുക്കുന്ന കലാമൃതം പുരസ്കാരം. ഒരുപാട് സംസാരിക്കാനുള്ള അധ്യക്ഷ പ്രസംഗം കിടപ്പുണ്ട്. എന്തായാലും ഈ ഒരു അവസരത്തിൽ ഈ സമയം എത്തിച്ചേർന്ന നിങ്ങൾക്കൊന്നും ജീവിതത്തിൽ കിട്ടാത്ത കുറേ അനുഭവങ്ങൾ പങ്കിട്ടുകൊണ്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ തന്നെയാണ്. എന്നാലും അതിനകത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരാൾ ജിതയാണ്. അതുപോലെ തന്നെ എൻ്റെ കൂടെ എല്ലാത്തിനും നിൽക്കുന്ന എൻ്റെ ഭാര്യയും. അപ്പം ഞങ്ങൾ 3 പേരാണ് ഇതിനകത്ത് ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മഹത്തര കർമ്മത്തിൻ്റെ ആദ്യ നടപടി ക്രമത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഫസ്റ്റ് ഫീലിംഗ്. താങ്ക് യു. കലയെ സ്നേഹിക്കുന്നവർക്കായി കലയെ സ്നേഹിക്കുന്ന നവജ്യോതിയുടെ അമരക്കാരനൊരുക്കിയ കലാമൃതം.